ഹലോ കൂട്ടുകാരെ, അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പൊന്നൂസിൻ്റെ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ. അപ്പോൾ കണ്ടിഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് പൊന്നൂസിൻ്റെ സ്കൂളിൽ പൊന്നൂസിൻ്റെ എല്ലാ സ്കൂളിലും 79th ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാ സ്കൂളിലും കൊടിയൊക്കെ കയറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പൊന്നൂസിൻ്റെ സ്കൂൾ കണിച്ചേരി LPS കൂട്ടിക്കട. അപ്പോൾ അവിടെ നമുക്കിത് കാണാം, കൊടികയറ്റി കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് കൊടികയറ്റാൻ വന്ന ഒരു മുഖ്യ അതിഥി എന്ന് വെച്ചാൽ ബിജു എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പോൾ സാറാണ് ഇന്ന് നമ്മുടെ കണിച്ചേരി സ്കൂളിലെ മുഖ്യ അതിഥി കേട്ടോ. അത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിന റാലി, കലാപരിപാടികൾ, സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കൊടിയൊക്കെ സാറ് കയറ്റി. സാർ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കൊടിയൊക്കെ കയറ്റിയ ശേഷം നമുക്കിതേ സാറന്മാരും കുട്ടികളും ഒക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറേ കലാവേശങ്ങൾ കിട്ടിയ കുട്ടികളുണ്ടായിരുന്നു. ഗാന്ധിജിയായിട്ടും നെഹ്റു ആയിട്ടും പട്ടാളക്കാരായിട്ടും പോലീസുകാരായിട്ടും ഒക്കെ ആയിട്ടുള്ള കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മുടെ മുഖ്യാതിഥി ബിജു എസ് സാറിൻ്റെ കുറച്ച് പ്രഭാഷണം നമുക്കുണ്ടായിരുന്നു. നമ്മളതൊക്കെ കേട്ടു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുട്ടികളുമായിട്ട് ചെറിയൊരു റാലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 10-15 മിനിറ്റത്തെ റാലിയൊക്കെ കഴിഞ്ഞിട്ട് റാലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മൾ റാലിക്ക് പോവുകയാണ്. റാലിക്ക് പോകും കുഞ്ഞുങ്ങളല്ലേ. പിന്നെ ഇന്ന് വെച്ചാൽ മഴയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് റാലിയൊക്കെ നടത്താനായിട്ട് സാധിച്ചു. ചെറിയൊരു റാലി ആയിരുന്നു. കുഞ്ഞുങ്ങളായതുകൊണ്ട് നമുക്ക് നടന്നൊക്കെ എത്താൻ പാടാണ്. പിന്നെ പയ്യെ കുറച്ച് 10-15-20 മിനിറ്റൊക്കെ ആയിട്ട് നമ്മൾ റാലി നടത്തി. അപ്പോൾ സ്കൂളിൽ അധ്യാപകരും ടീച്ചേഴ്സും കുട്ടികളും പേരൻസും എല്ലാവരും ഒക്കെ ആയിട്ട് നമ്മൾ റാലിക്ക് പോവുകയാണ് കേട്ടോ. റാലിക്ക് പോയപ്പോൾ വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, കാര്യമാക്കണ്ട. പിന്നെ ഇന്ന് നമുക്കൊരു പ്രത്യേകത കേട്ടോ, പൊന്നൂസിന് സ്പീച്ച് പറയാനുണ്ടായിരുന്നു. അപ്പോൾ സ്പീച്ചൊക്കെ പറയാനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റാലിക്ക് പോയി നമ്മൾ തിരിച്ചു വന്ന ശേഷം നമുക്ക് അടുത്തുള്ള കടയിലൊരു ചേട്ടൻ നമുക്കവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ തന്നു, ലഡു, മിഠായി എല്ലാം പാരൻസിനും കുട്ടികൾക്ക് കിട്ടി. പിന്നെ അവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ ഒരു പോലീസ് ഓഫീസറാണ്, പുള്ളി പ്രമോഷനായി. അപ്പോൾ പ്രമോഷനായതുകൊണ്ട് സ്കൂളിൻ്റെ മാനേജർ സാറിനൊരു ട്രോഫിയൊക്കെ ഒരു പ്രോത്സാഹനമൊക്കെ കൊടുത്തു. കുട്ടികളുടെയും പാരൻസിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് സാറിനൊരു പ്രോത്സാഹനമൊക്കെ കൊടുത്തു. പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പൊന്നൂസിന് സ്പീച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസിൻ്റെ സ്പീച്ചൊക്കെ ഒരു സൂപ്പറായിട്ട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഓരോ പരിപാടികളും പൊന്നൂസിൻ്റെ സ്കൂളിലെ കൂട്ടുകാരുടെയൊക്കെയാണ് കേട്ടോ. നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയൊക്കെ ഓരോ പരിപാടികളും നഴ്സറി കുട്ടികളുടെ പാട്ടുമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ പൊന്നൂസ് സ്പീച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ പൊന്നൂസിൻ്റെ സ്പീച്ച് പൊന്നൂസ് എല്ലാ ദിവസവും ചോദിച്ചിരിക്കുമായിരുന്നു, എന്തുവാ സ്പെഷ്യൽ, എന്തുവാ സർപ്രൈസ് വെച്ചാൽ എന്തുവാന്നും. പക്ഷെ നമ്മളൊന്നും സർപ്രൈസ് ഒന്നും പറയത്തില്ല. നമ്മുടെ പൊന്നൂസ് ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ നേരത്തെ സർപ്രൈസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാൻ പൊന്നൂസിനോട് അത് പറഞ്ഞില്ല. അങ്ങനെ നേഴ്സറി കുട്ടികളുടെയൊക്കെ പരിപാടിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിട്ട് എല്ലാവരും നല്ല സൂപ്പറായിട്ടൊക്കെ എല്ലാവരും നല്ലവണ്ണം അഭിനയിക്കുകയും പറയുകയും പാടുകയും സ്പീച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തു. എല്ലാം നല്ലതായിരുന്നു. ഇത് പൊന്നൂസിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ, ആയിഷ. ആ കൊച്ചും ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുവാണ്. അപ്പോൾ അതെ കണ്ട ഓരോരുത്തരുടെ ആയിട്ടുള്ള ഓരോ കലാപരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് കുട്ടികൾക്കുള്ള ഓരോ പ്രോത്സാഹനമൊക്കെ
അപ്പോൾ നമ്മുടെ പൊന്നൂസിൻ്റെ സ്പീച്ചൊക്കെ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അവൾ നല്ല സൂപ്പറായിട്ട് പറഞ്ഞു. അവൾ ഞാൻ പഠിപ്പിച്ചതിലും നല്ലവണ്ണം പറഞ്ഞു കേട്ടോ. അവൾ എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ. അപ്പോൾ പറഞ്ഞതിൽ അവൾക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടീച്ചറാണ് സ്പീച്ച് എഴുതുന്നത്. ടീച്ചറിനും ഒത്തിരി നന്ദി. പിന്നെ അടുത്തായിട്ട് നമുക്കവിടെ തുടങ്ങിയത് അടുത്ത കുട്ടികളുടെ ഡാൻസൊക്കെയാണ്. ഇവിടെ നഴ്സറി കുട്ടികളുടെ ഡാൻസൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നഴ്സറി കുട്ടികളുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ഓരോ ക്ലാസ് വൈസാണ് കേട്ടോ അവിടെ ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഓരോരോ ക്ലാസ് വൈസായിട്ട് നടത്തുമ്പം ആർക്കും ഒരു പരാതിയില്ല. അങ്ങനെ അടുത്ത സെക്ഷൻ കുട്ടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓരോ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ലാസ്റ്റ് വലിയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ഡാൻസായിരുന്നു. ഇതിപ്പം 2ാം ക്ലാസ്സിൽ നഴ്സറി പഠിക്കുന്ന കുട്ടികളുടെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെയാണ് അപ്പോൾ നടന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നല്ല പോണം കളിക്കുകയും നല്ല ഗംഭീരമായിട്ട് അവരൊക്കെ നല്ലോണം കളിച്ചു കേട്ടോ എല്ലാവരും. നമുക്ക് വളരെ സന്തോഷമായിരുന്നു ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ. സൂപ്പറായിട്ടുള്ള എല്ലാ കലാപരിപാടികളൊക്കെ ആയിട്ട് കണിച്ചേരി സ്കൂളിൽ നല്ല ഉയർച്ചയൊക്കെ ആയിട്ട് ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അതേ എല്ലാവർക്കും അവിടുത്തെ അധ്യാപകരും ഒത്തിരി പ്രയത്നിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അവരുടേതായിട്ടുള്ള എല്ലാ സമയങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ ഈ പരിപാടിക്കൊക്കെ വേണ്ടി അവർ സപ്പോർട്ടായിട്ട് നിന്നത്. അപ്പോൾ അവിടെ സപ്പോർട്ടായിട്ട് നിന്ന അധ്യാപകർക്കും PTA പ്രസിഡൻറ്റിനും മറ്റ് പാരൻസിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇപ്പോൾ നടക്കുന്ന 2ാം ക്ലാസ് കുട്ടികളുടെ ഡാൻസ് ആയിട്ട് അവർ നല്ലോണമൊക്കെ കളിക്കുന്നുണ്ട്. ഗേൾസും ബോയ്സൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഡാൻസായിരുന്നു. ഡാൻസ് വെച്ചാൽ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പാരഡിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഡാൻസായിരുന്നു. അങ്ങനെ അതൊക്കെ സൂപ്പറായിട്ട് അവരൊക്കെ കളിച്ചു. അപ്പം നമ്മുടെ ഈ പൊന്നൂസിൻ്റെ സ്പീച്ചിൻ്റെ ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വേണം നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റൊക്കെ അടിക്കണം. സ്പീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസ്. അപ്പോൾ ഓരോരോ പരിപാടിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കോട് പ്രോത്സാഹനം കൊടുത്താൽ മാത്രമല്ല അവർ പിന്നെയും അതിന് വേണ്ടിയിട്ട് ഒരുങ്ങത്തുള്ളൂ. അങ്ങനെ ഇന്നത്തെ പിള്ളേരുടെ പരിപാടിയൊക്കെ കണ്ട് സന്തോഷമായിട്ട് നമ്മൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോയിട്ട് നമ്മളിന്ന് 11:30 ആകട്ടോ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുന്നത്. പരിപാടിയൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഓരോ പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോത്സാഹനം എല്ലാ കുട്ടികൾക്കും ഉണ്ട്.